पहला पहला प्यार है, पहली पहली बार है, पहला पहला प्यार है, पहली पहली बार है, जान के भी अनजाना कैसा मेरा प्यार है, पहला पहला प्यार है, पहली पहली बार है। उसकी नजर पलकों की चलमन से मुझे देखती, उसकी नजर उसकी हया अपनी ही चाहत का राज खोलती, उसकी हया चुपके करे जो वफा ऐसा मेरा प्यार है, हो पहला पहला प्यार है, पहली पहली बार है। वो है निशा, वो ही मेरी जिंदगी की भोर है, वो है निशा, उसे है पता उसके ही हाथों में मेरी डोर है, उसे है पता सारे जहां से जुदा ऐसा मेरा प्यार है, हो पहला पहला प्यार है, पहली पहली बार है, पहला पहला प्यार है, पहली पहली बार है। क्या बात है, वेरी नाइस. യെസ് എന്തോ യെസ് എന്നൊക്കെ സൂപ്പർ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. യെസ് എങ്ങനെ ഉണ്ടായിരുന്നു ഹിന്ദി റെട്രോ വൈബ്? ഹിന്ദി വന്നപ്പോഴത്തേക്ക് യശ് അങ്ങ് ഹിന്ദി വന്നു എന്നൊക്കെ സൂപ്പർ. താങ്ക് യു താങ്ക് യു. ഷാനിക്ക് അറിഞ്ഞോ കഴിഞ്ഞ ഷെഡ്യൂളില് MG സാറ് പ്രേക്ഷകരോട് നോക്കി യശിന് വേണ്ടി പെണ്ണിനെ ആലോചിച്ചൂടെ? റിയലി? യശിന്റെ സങ്കല്പങ്ങളൊക്കെ ചോദിച്ചു, ഭാവിയില് വരാൻ പോകുന്ന കുട്ടിയെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു വന്നോ യശ്. എനിക്ക് ഈ ഒരു വൈബ് ഇങ്ങനെ കണ്ടിട്ട് ഈ പാട്ടും കൂടി ആയി, ഇനിയിപ്പോ എന്താ വേണ്ടത്? പക്ഷേ MG അണ്ണന് നീ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നത് സഹിച്ചില്ലെന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കെട്ടിയിടാന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്നാലും എനിക്കൊന്ന് അമൃത ടിവിയുടെ ഓഫീസിലേക്ക് എന്തെങ്കിലും കത്തൊക്കെ വന്ന് കാണണം. യശിന്റെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ വല്ലതും വന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. വന്നോളും. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. മഞ്ജരി ചേച്ചി. യശ് മാം बहुत अच्छा गाया. താങ്ക് യു സോ മച്ച്. ഫാന്റാസ്റ്റിക്. എൻജോയ് ചെയ്തു ഞാൻ ശരിക്കും. ഞാൻ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയി. ആ സമയത്തായിരുന്നു ഈ പടം ഇറങ്ങുന്നത്, ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടം. അത് അന്ന് കാസറ്റ് ആണല്ലോ, 2 കാസറ്റ് ആയിരുന്നു. ഇത് അത്ര വലിയൊരു പടമായിരുന്നു, ഹം ആപ്കെ ഹെ കോൺ.
അപ്പോൾ അതിലുള്ള എല്ലാ പാട്ടുകളും എല്ലാവർക്കും ബൈ ഹാർട്ടാണ്. ഞങ്ങൾ എപ്പോഴും പാടിക്കൊണ്ട് നടന്ന ഒരു ആൽബം ആയിരുന്നു അത്. അതിലുള്ള എല്ലാ പാട്ടുകളും ഫാന്റാസ്റ്റിക്. പിന്നെ മോൻ്റെ സെലക്ഷൻ എക്സലന്റ്. അത് സെലക്ട് ചെയ്യുമ്പോഴേ ഐ വാസ് ഷുവർ, എനിക്കറിയാമായിരുന്നു യശ് നന്നായി പാടും. കാരണം യശിന് ഒന്നാമത് ഭാഷ വളരെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു മേഖല, ഹിന്ദി സോങ്സ്. അപ്പം അതെന്തുകൊണ്ടും യശ് ഭംഗിയാക്കും എന്നുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര അങ്ങ് വായിച്ച് പ്രണയിച്ചു, അതിമനോഹരമായിരുന്നു. പിന്നെ ഈ കംപ്ലീറ്റ് അമൃത ടിവിയുടെ സെറ്റ് റൊമാൻറ്റിക്കലി ഹൈ ആയിരുന്നു ശരിക്കും. നല്ല ഗ്രാഫിക്സും ഹാർട്ടും എല്ലാം, കോറസ് മനോഹരമായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇത് ശരിക്കും ഒരു റിച്ചായി ഈ പാട്ട്. അത് യഷിന്റെ ഒരു വോയിസിന്റെ ഒരു ഈസ്, ആ പാടുന്നതിന്റെ ഒരു സുഖം അത് ഇതിനകത്തുണ്ടായിരുന്നു. എന്തായാലും എല്ലാം കൊണ്ടും ഭംഗിയായി. പിന്നെ പുതിയൊരു യശ് 2026 ഒരു പുതിയൊരു യഷിനെ കാണാൻ പറ്റി. അവതാരം യശ് 2.0 നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അതെ, പ്രൊമോയിൽ എഴുതിക്കോ യശ് 2.0. അതെ, ഒരു പുതിയ വേർഷൻ യഷിന്റെ. സൂപ്പർ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. എന്തായാലും അച്ഛനും അമ്മയ്ക്കും വീണ്ടും വീണ്ടും അഭിമാനിക്കാം. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. യശേ സർ, മനോഹരമായിട്ട് പാടി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. കാരണം യശിന് എപ്പോഴും എന്താ പറയണ്ട, ഒരു നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ത്വര, അതൊക്കെ ഉള്ളതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ പാടും യശ് വരുമ്പോൾ. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ കൺട്രോൾഡ് ആയിരുന്നു. എനിക്ക് ആ ചരണം മാത്രമാണ് അവിടുത്തെ ആ സംഗതിക്ക് ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്തു. ഒന്ന് പാടാമോ? वो है निशा, वो ही मेरी जिंदगी की भोर है, वो है निशा. ഇപ്പൊ പിന്നെ ഒരു എന്നാലും കുറച്ചും കൂടെ തെളിച്ചമാവാമെന്ന് തോന്നി. ഓക്കെ സർ, ഓക്കെ. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി, കൺട്രോൾഡ് ആയിരുന്നു. ഒന്നും കൈവിട്ട് പോവാതെ, അതിൻ്റെ ബ്യൂട്ടി ചോർന്ന് പോവാതെ. യശ് പാടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബാലുവണ്ണനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മനുഷ്യനെ കുറിച്ച് എനിക്കിപ്പോഴും ഞാൻ വല്ലാണ്ട് ഇമോഷണലായിപ്പോൾ ബാലുവിനെ പറ്റി പറയുമ്പോൾ. അത്രയ്ക്ക് അടുപ്പമുള്ളതുകൊണ്ടാണ്. പോട്ടെ, എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെടുത്തുകൊണ്ട് വന്നതിന് കുറേ താങ്ക്സ് പറഞ്ഞാൽ പറ്റത്തില്ല. കുറേ സ്നേഹം യശ്. ലവ് യു സർ. താങ്ക് യു സർ. ലവ് യു ടു സർ. താങ്ക് യു സർ. ഷാനിക്ക. യശ് സർ, നന്നായിട്ട് പാടി. താങ്ക് യു സോ മച്ച് സർ. ഒന്ന് നമ്മളിപ്പോൾ ഈ ഹിന്ദി റെട്രോ എന്ന് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഹിന്ദി ഏത് സോങ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഡിക്ഷൻ കറക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു കംപ്ലീഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് യശ് ഒബ്വിയസ്ലി ഇപ്പം അവിടുന്ന് ഈ ഹിന്ദി കുറേ കൂടെ എനിക്ക് നമ്മളെല്ലാവരും കാളും ഫെമിലിയർ ആയതുകൊണ്ട് ആ ഒരു പ്രൊണൗൺസിയേഷൻ, ആ ഒരു ഡിക്ഷൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ യശ് പാടുന്നുണ്ട്. യശ് ഇതിൻ്റെ ഡയറക്ടറല്ല, എടുത്തില്ല. ഓക്കെ, അതൊക്കെ നോക്കണം. കാരണം സൂരജ് ബർജാത്തിയ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇപ്പം ഏത് ഡയറക്ടർ നോക്കുകയാണെങ്കിലും ചിലപ്പം ഒരു ഫാമിലി പടം ചെയ്യും, ചിലപ്പോൾ ഒരു മാസ് പടം ചെയ്യും, പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, പിന്നെ തിരിച്ച് ഫാമിലിയിലേക്ക് വരും. ഇദ്ദേഹം ഇതിന് മുന്നേ ചെയ്ത പടം എന്ന് പറയുന്നത് മേനെ പ്യാർ കിയ, പിന്നെ ഹം ആപ്കെ ഹേ കൗൻ. എല്ലാം 2 വീടുകളാണ്. ഇപ്പം മേനെ പ്യാർ കിയ എന്ന് പറയുന്നത് 2 വീട്, പിന്നെ അവിടെ നടക്കുന്ന പിന്നെ കുറേ കോലാഹലങ്ങളും ഫൺ ആക്ടിവിറ്റീസ്, സിബ്ലിങ്സ് തമ്മിലുള്ള റൈവൽറി, ഇതുപോലെ തന്നെയാണ് ഹം ആപ്കെ ഹേ കൗൻ. ഭയങ്കര രസമാണ് അത്. പിന്നെ എനിക്ക് തോന്നുന്നു സൽമാൻ ഖാനിന് എനിക്കൊന്ന് SPB സാറിനെക്കാളും യോജിക്കുന്നൊരു വോയിസ് വേറെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സൽമാൻ ഭായിക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് കുറേ ഹിറ്റ് സോങ്സ് പാടിയിട്ടുണ്ട് SPB സാർ. അത് ഭയങ്കര ഒരു ജെല്ലാണ് രണ്ടുപേരുടെയും വോയിസ് എന്ന് പറയുന്നത്. യശ് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. പിന്നെ അനുപല്ലവിയിൽ നിന്ന് തിരിച്ച് പല്ലവിയിലേക്ക് വരുന്ന സ്ഥലത്തേക്ക് ഒരു ക്രോമാറ്റിക് ജേണി ഉണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ യശ് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു 2.0 അതെ, അത് കലക്കിയിട്ടുണ്ട്. താങ്ക് യു. കാരണം നമ്മൾ തുടക്കത്തിൽ കണ്ടുകൊണ്ടിരുന്ന യശേ അല്ല ഇപ്പം. അന്ന് ക്ലീൻ ഷേവ് ആയിരുന്നില്ലേ അല്ലേ? ഇപ്പം ഒരു ഇങ്ങനെ ഇനിയിപ്പോൾ കല്യാണാലോചനകൾ ഒക്കെ വരട്ടെ. ഇതൊക്കെ കല്യാണത്തിന് നമ്മളെ വിളിക്കുമായിരിക്കും എന്ന് വിചാരിക്കാം നമുക്ക്. അതെ, വിളിക്കില്ലേ ഞങ്ങളെ കല്യാണത്തിന്? അതോ ആ സമയത്ത് ആപ്കെ ഹേ കൗൻ എന്ന് പറഞ്ഞു അല്ല, യശിന്റെ കല്യാണത്തിന് എന്ത് ആപ്കെ ഹേ കൗൻ മേനെ പ്യാർ കിയ, ഞാൻ കല്യാണം കഴിക്കും.
വിളിക്കണം ഞങ്ങൾ വന്ന ആ ഉള്ളിൽ നമ്മളെല്ലാവരും വിടുവോ? വരും. അല്ല ആ പന്തലിലേക്ക് വിടുവോ ഞങ്ങളെയൊക്കെ കല്യാണത്തിന് വരുവാണെങ്കിൽ? നിങ്ങൾ അലമ്പാക്കില്ലെങ്കിൽ നിങ്ങൾ അകത്ത് കയറ്റാൻ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും അല്ല ഞങ്ങൾ ഉറപ്പായിട്ട് വരും. പുറത്ത് കാര്യം എനിക്ക് യേശു സന്തോഷിച്ച് നിൽക്കുന്നത് കാണണം. താങ്ക് യു സർ. ഇതുപോലെ എന്തോ ഒരു കൊനിഷ്ഠ. അതുപോലെ കോറസ് അടിപൊളിയായിരുന്നു കേട്ടോ. യെസ്. അടിപൊളിയായിരുന്നു കോറസ്. നൈസ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാനിക്ക. മാർക്സ് ചോദിക്കാം. യെസ്. ശരത് സർ, പറയൂ പാറു. യശിന്റെ മാർക്ക് കൊടുക്കൂ സാർ. യശിന്റെ മാർക്ക് 9.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. സൂപ്പർ. താങ്ക് യു സർ. ഷാനിക്ക 9. 9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി प्यार है ഓക്കെ, സോ ടോട്ടൽ 18.3. താങ്ക് യു. സൂപ്പർ. നൈസ്. Thank you. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. निभा मगर